മഹാനായ മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ മഹാനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലേ? മടവൂർ മടവൂർ മടവൂർ, ആ പേര് കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടോ? അത്രമേൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രസിദ്ധി നൽകിയ ഒരു മഹാനാണ് ഷെയ്ഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ. ആരാണവർ? അവരുടെ മഖാം എന്താണ്? അവർ നമുക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം എന്താണ്? കുറേ ആളുകൾ വിമർശിക്കുന്നുണ്ട്, കുറേ ആളുകൾ അവിടെ സിയാറത്തിന് പോകുന്നുണ്ട്. സത്യം എന്താണ്? അങ്ങനെ കുറേ കറാമത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കുറേ തട്ടിപ്പുകാരായ കറാമത്ത് വീരന്മാരായ ആളുകൾ അങ്ങനെ കറാമത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ആണ്ടിൻ്റെ മാസമാണ് ശവ്വാൽ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവിടുത്തെ മദത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ നമ്മൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചെന്തിനാ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ് അല്ലേ? വെറുതെ ഇബാദത്ത് ചെയ്യാനാണോ? അല്ലല്ലോ. വെറുതെ കുറേ കർമ്മങ്ങളിങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് പടച്ചോൻ എന്ത് രസമാണതിലുള്ളത്? അള്ളാനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനാണ്. അങ്ങനെ അള്ളാനെ അറിയണമെങ്കിൽ പടച്ചോനിലേക്ക് ചില വസീലകൾ വേണം. നേരിട്ട് പടച്ചോൻ അങ്ങനെ തരാൻ പറ്റുമായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക് തരാൻ പറ്റും. പടച്ചോന് നമുക്ക് എളുപ്പം അതായിരുന്നുവെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നേരിട്ട് ഇറക്കി തന്നേനെ ഖുർആൻ. പിന്നെന്തിനാ റസൂലുള്ളാഹിനെ അയച്ചത് അല്ലേ? അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വസീലയുണ്ടെങ്കിൽ, അള്ളാനെ അറിഞ്ഞവരുണ്ടെങ്കിൽ പടച്ചോനെ തിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമാണ്. പടച്ചോനെ തിരിച്ചറിയാനുള്ള മാർഗം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന വസീലകളാരാ? അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിലൂടെ, മുത്ത് നബിയിലൂടെ അള്ളാഹു റബ്ബുൽ ആലമീനിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ അടിമകളായി നമ്മൾ മാറണത്. കേരളത്തിൽ ഒരുപാട് പ്രസിദ്ധി ആർജിച്ച മഹാനാണ് ആര്? ഷെയ്ഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇല്ലേ? മടവൂരിൽ വാഴുന്ന രാജരേ, മഹബൂബർ CM മശ്ഹൂരരേ, ഖുതുബുൽ ആലം എന്ന താജരേ, ഷെയ്ഖ് മടവൂർ തിങ്കളേ, ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖ് മടവൂർ അലിയല്ലാഹ്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുറച്ചു നേരം നല്ല മനസ്സോടെ കേട്ടാൽ അള്ളാഹു ഹിദായത്ത് തന്നേക്കാം അല്ലേ? 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെ മാത്രമല്ല അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത്. ഈ പ്രവാചകന്മാരെ അള്ളാഹ് എന്തിനാ നമ്മളിലേക്ക് അയച്ചത്? ആരെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ തിരിച്ചറിയിപ്പിക്കാൻ? അള്ളാഹിനെ അറിയിപ്പിക്കാനാണ്. അള്ളാഹിനെ അറിയാൻ പ്രവാചകന്മാരിലൂടെ അല്ലാതെ വഴിയില്ല അല്ലേ? നേരിട്ട് പടച്ചോനെ കണ്ടത് ആര് മാത്രമാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. പടച്ചോനിൽ നിന്ന് വഹീ കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് മാത്രമാണ്. എന്നാൽ പ്രവാചകന്മാർക്ക് ശേഷം സ്ഥാനമുള്ള ചില മനുഷ്യന്മാരുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നാണ് അറിയപ്പെടുക. അതിൽ പ്രഗത്ഭരാണ് സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. നമുക്കിടയിലും ഈ കാലഘട്ടത്തിലും അള്ളാഹിൻ്റെ ഔലിയാക്കളുണ്ട്. ഇപ്പോൾ എന്നെ ഈ കേൾക്കുന്നവരിലും ഉണ്ടാകാം, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിൻ്റെ ഔലിയാക്കളെ പ്രതിപാദിക്കുന്നുണ്ട്. മഹദിയായ സയ്യിദത്തുന മറിയം ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ വലിയത്താണ്. സൂറത്തുൽ ലുക്മാൻ എന്ന് പറയുന്നൊരു അധ്യായം തന്നെയുണ്ട്. ആ ലുക്മാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ വലിയാണ്. അതുപോലെ തന്നെ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രബലമായ ഒരു അഭിപ്രായ പ്രകാരം ഖളർ വലിയാണ് അലൈഹിസ്സലാം. അങ്ങനെ തുടങ്ങി ഒരുപാട് ഔലിയാക്കളെ പരിശുദ്ധ ഖുർആൻ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹ് പറയുന്നില്ലേ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
അള്ളാൻ്റെ ഔലിയാക്കൾക്ക് പേടിയില്ല, അള്ളാൻ്റെ ഔലിയാക്കൾക്ക് ടെൻഷനില്ല. എന്തേ കാരണം? അവരെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചവരാണ്. അങ്ങനെ സർവസ്വവും അള്ളാഹുവിൽ അർപ്പിക്കാൻ പറ്റണമെങ്കിൽ കൽബ് അങ്ങനെയായി മാറണം. അങ്ങനെയായി മാറിയ കൽബ് ഔലിയാക്കൾക്ക് ഉണ്ടാവുള്ളൂ. സാധാരണക്കാർക്ക് എങ്ങനെ ഉണ്ടാവാനാ? നമുക്കും അള്ളാൻ്റെ ഔലിയാക്കളിലേക്ക് നടക്കാം. നമ്മളിപ്പോഴുള്ളത് നഫ്സ് അമ്മാറ എന്ന് പറയുന്ന മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച ഏറ്റവും വൃത്തികെട്ട ഹൃദയത്തിനുടമകളാണ്. നഫ്സ് അമ്മാറയെ ശുദ്ധീകരിച്ച് നഫ്സ് ലവ്വാമയിലെത്തണം. ലവ്വാമയിൽ നിന്ന് മുത്തുമഇന്നയിലെത്തണം. മുത്തുമഇന്നയിൽ നിന്ന് റാദിയയിലെത്തണം. റാദിയയിൽ നിന്ന് മർലിയയിലെത്തണം. മർലിയയിൽ നിന്ന് കാമിലയിലെത്തണം. അന്നഫ്സുൽ കാമില. ആ കാമിലയിലെത്തുന്നവരാണ് അള്ളാൻ്റെ ഔലിയാക്കൾ. അങ്ങനെ എത്തിയാൽ പിന്നെ അവർക്ക് ടെൻഷനില്ല, പേടിയില്ല, സങ്കടമില്ല, ഒന്നുമില്ല. എല്ലാം എൻ്റെ റബ്ബ് തരുന്നത് അതിൽ ആസ്വാദനം മാത്രം. കേരളത്തിൽ ചില ഔലിയാക്കളുടെ ചരിത്രമൊക്കെ പറയുന്നത് കാണാം. ഒരു വലിയൻ്റെ മകനെ ചില ആളുകൾ കുത്തിക്കൊന്നു. നോമ്പിൻ്റെ സമയം, റമദാൻ മാസമാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സങ്കടം. പഠിച്ചോനെ, ഞങ്ങളുടെ ഉസ്താദിൻ്റെ മോനല്ലേ ഈ കുത്തിക്കൊന്നിട്ടുള്ളത്. ഉസ്താദ് ചെയ്യണ പരിപാടി എന്താ? കരയില്ല കേട്ടോ, എന്നാൽ നോമ്പ് ഉറക്കി എല്ലാവർക്കും കാരക്ക കൊടുക്കാം. നിങ്ങൾ നോമ്പ് ഉറക്കി കരയല്ലേ. അത് കുട്ടിക്ക് വിഷമാവും. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ സംഭവിക്കുന്നതൊക്കെ ഗുണമാണ്. കാരണം അവർ അള്ളാൻ്റെ അടിമകളായി മാറിയിട്ടുണ്ട്. നമുക്കെന്തേ അങ്ങനെ ആകാൻ പറ്റാത്തത്? നമ്മൾ ഈ നഫ്സ് അമ്മാറയുടെ ചെളിക്കുഴിയിൽ കിടക്കുന്നവരാ. നമുക്ക് ഉയരണ്ടേ? അതിന് അള്ളാനെ പ്രണയിക്കണം. അള്ളാനെ പ്രണയിച്ച് അങ്ങേയറ്റം എത്തിയവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ പ്രണയവും അള്ളാഹു റബ്ബുൽ ആലമീൻ നേരിട്ട് കൊടുത്ത ആ മനോഹരമായ നുബുവത്തും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാനെ പ്രണയിച്ചിട്ടല്ല നുബുവത്ത് കിട്ടിയത്, അള്ളാഹ് അങ്ങോട്ട് കൊടുത്തതാണ്. എന്നാൽ അള്ളാൻ്റെ അതിനടുത്ത് മൂസാ നബിക്ക് പ്രണയം ഇല്ലാന്നല്ല കേട്ടോ. ആ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ആൾ തന്നെയാണ് മൂസാ നബി. പക്ഷേ മൂസാ നബിക്ക് ഈ പ്രണയിച്ച് കിട്ടുന്നതിൻ്റെ മധുരം അറിയാൻ കൊതിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഖിളിർ നബിയുടെ കൂടെ അള്ളാഹു മൂസാ നബിയെ പറഞ്ഞയക്കുന്നത്. ആ യാത്ര എത്ര മനോഹരമാണ്. സൂറത്തുൽ കഹ്ഫ് വിശദീകരിക്കുന്നില്ലേ? സൂറത്തുൽ കഹ്ഫിൻ്റെ മറ്റൊരു ഭാഗത്ത് 7 ഔലിയാക്കളെ പരാമർശിക്കുന്നുണ്ട്. 300 കൊല്ലം ഒരു ഗുഹയിൽ കിടന്നുറങ്ങിയ അസ്ഹാബുൽ കഹ്ഫ്. ആ അസ്ഹാബുൽ കഹ്ഫിൻ്റെ പിന്നാലെ ഒരു നായ വന്നു ഇല്ലേ? ഒരു നായ. നമ്മൾ 2 ദിവസം മുമ്പ് ചോദിച്ചു ആ നായയുടെ പേര്. ആ നായയുടെ പേര് ഖിത്മീർ എന്നാണ്. ആ നായയെ ഇവരിങ്ങനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ഇനി രാജകൊട്ടാരത്തിൽ നിന്ന് ഇവരെ നോക്കാൻ വേണ്ടി പറഞ്ഞയച്ച നായയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ നായയെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. തഫ്സീറുകളിൽ കാണാം, ആ നായ ഇങ്ങനെ മുട്ടുകുത്തി അവരുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ലാ തത്റുദ്നി, എന്നെ ആട്ടി ഓടിക്കല്ലേ, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാ, ഞാൻ അള്ളാൻ്റെ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന നായാട്ടോ, എന്നെ ആട്ടി ഓടിക്കല്ലേ. അങ്ങനെ ആ 7 ഔലിയാക്കളുടെ പിന്നാലെ കൂടിയതുകൊണ്ട് സ്വർഗം കിട്ടിയിട്ടുണ്ട് ഒരു നായക്കെങ്കിൽ. അള്ളാൻ്റെ ഔലിയാക്കളെയും കുറ്റം പറഞ്ഞിരിക്കുന്ന എത്ര മനുഷ്യന്മാരാ. ഞാനിങ്ങനെ ചിന്തിക്കാൻ, അള്ളാൻ്റെ ഔലിയാക്കൾ എൻ്റെ മമ്പറത്തെ തങ്ങളെ, എൻ്റെ ബദരീങ്ങളെ, മുഹിദ്ദീൻ ഷെയ്ഖേ, ജീലാനി തങ്ങളെ, റിഫായി ഷെയ്ഖേ എന്നൊക്കെ വിളിച്ച കുറേ മനുഷ്യന്മാരൊക്കെ മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഈ ഔലിയാക്കളെ കുറ്റം പറയുന്ന, ഔലിയാക്കളെ ആക്ഷേപിക്കുന്ന ഈ നശിച്ച വിഭാഗം മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നുണ്ടോ? കഴിയില്ല. കാരണം എന്താ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ശത്രുക്കളായി കണ്ടവരാണവർ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അല്ല പറയാൻ എന്താ പറയണേ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനെ കുറ്റപ്പെടുത്തിയാൽ, എൻ്റെ വലിയനെ വിമർശിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. ആരോട്? ഈ കുറ്റപ്പെടുത്തിയ മനുഷ്യനോട്. അള്ളാൻ്റെ യുദ്ധം എങ്ങനെ? ഈമാനില്ലാണ്ട് മരിച്ചു ഇല്ലേ? എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ച് ഞാനെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ഒരു വചനത്തെ മാലയിൽ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ ഖാലി മുഹമ്മദ് റളിയല്ലാഹു. എന്തായാലും പറയണേ, ഞാൻ പറഞ്ഞത് കളവാന്ന് പറഞ്ഞാൽ അവൻ അപ്പം തന്നെ കൊല്ലുന്ന വിഷമാണ് ഞാനെന്നാ പറയണേ. അതെങ്ങനെ വിഷയമായിട്ട് മാറണത്? അവരുടെ ദീനയും ശേഷം ദുനിയാവേയും ആഖീറം തന്നെയും പോക്കും അതെന്നോവർ. അവരുടെ ദീനിനെ നശിപ്പിക്കും, ദുനിയാവിൽ സമാധാനം ഉണ്ടാവില്ല, ആഖിറവും നശിപ്പിക്കും. അതാണ് കാരണം. അള്ളാഹ് അവരോട് യുദ്ധം ചെയ്യും. അതാണ് പടച്ചോൻ്റെ ശത്രുക്കളാണവർ. എന്ത് താടി നീട്ടി വളർത്തിയാലും, എത്ര തലകുത്തി മറിഞ്ഞാലും, നിസ്കാരത്താകുമ്പോൾ ഇങ്ങനെ പപ്പടത്തിൻ്റെ വട്ടത്തിൽ ഒട്ടിച്ചു വെച്ചാലും ഒരു കാര്യമില്ല. അള്ളാൻ്റെ ഔലിയാക്കളോട് വിനയമുണ്ടോ, അവരോട് ആദരവുണ്ടോ, അവരോട് ബഹുമാനമുണ്ടോ, അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ, അവർക്കേ പടച്ചോൻ്റെ അടുക്കൽ സ്ഥാനമുള്ളൂ. അല്ലാത്തവർ പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ചിലർ ചോദിക്കും, ഉസ്താദ് ഈ ഔലിയാക്കളിൽ ഭ്രാന്തന്മാരെ പോലെ നടക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടല്ലോ. എല്ലാ ഔലിയാക്കളും അങ്ങനെയല്ല കേട്ടോ. ചിലരങ്ങനെയുണ്ട്. ചിലപ്പോൾ കുളിക്കുന്നത് കാണൂല, പല്ല് തേക്കുന്നത് കാണൂല, ചിലപ്പോൾ ബീഡി കയ്യിലുണ്ടാവും, ചിലപ്പോൾ നിസ്കരിക്കണത് കാണൂല. അതായത്
ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ റുബ്ബ അശ്ഗസ അഗ്ബറ, പടച്ചോന് ചില അടിമകളുണ്ട്, അവർ ശരീരം മുഴുവൻ അഴുക്ക് പുരണ്ട, തലമുടി ജട പിടിച്ച, കണ്ട അഴുക്ക് പുരണ്ടിട്ട് മദ്ഫൂഉൻ ബിൽ അബ്വാബ്, നമ്മുടെ വീടിൻ്റെ വാതുക്ക വന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആട്ടി ഓടിക്കും, അത്ര അറുപ്പും വെറുപ്പൊക്കെ തോന്നണ കുറച്ച് അടിമകൾ അല്ലാഹ്ക്കുണ്ട്. ലൗ അഖ്സമ അലല്ലാ, അവരെങ്ങാനും വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ ല അബറ, ആ നിമിഷം അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഇവിടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ രണ്ട് തരമുണ്ട്. ഒന്ന് ഈ ഇങ്ങനെ ചില ഭ്രാന്തന്മാരെ പോലെയുള്ള ആളുകളുണ്ട്. അത് ഭ്രാന്തന്മാരെന്ന് പറഞ്ഞാൽ രണ്ട് തരം ഭ്രാന്തന്മാരാണ്. ഒന്ന് ദുനിയാവിൻ്റെ വിഷയത്തിൽ ഭ്രാന്തായവർ, അവരെ നമ്മൾ മജ്നൂൻ എന്നാണ് വിളിക്കുക. എന്നാൽ അള്ളാഹുവിൽ ലയിച്ച് ഭ്രാന്തായവർ അവർ മജ്ദൂബുകൾ എന്നാണ് വിളിക്കുക, അല്ലേ? പ്രേമിച്ച് കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ കണ്ടപ്പോൾ മതിമറന്ന് അവിടെ നിന്ന് പോയവരാണ്. അവരുടെ കൽബ് താഴേക്ക് ഇറങ്ങണില്ല, അവരിങ്ങനെ അള്ളാഹുവിൽ ലയിച്ച് അവിടെ നിൽക്കുകയാണ്, വേറൊന്നും അറിയണില്ല. അപ്പോൾ അവരുടെ ബുദ്ധി നീങ്ങിപ്പോയി. ബുദ്ധി നീങ്ങിയാൽ പിന്നെ നിസ്കാരം അവർക്ക് നിർബന്ധമില്ല. ബുദ്ധി നീങ്ങിയ മനുഷ്യന് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. അവർക്ക് ശരീഅത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള നിയമങ്ങൾ പോലും നിർബന്ധമല്ല. കാരണം എന്താ? അവരുടെ ബുദ്ധി നീങ്ങിയിട്ടുണ്ട്. അവരെ നമുക്ക് പിൻപറ്റാനും പറ്റൂല. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതരാണ്. റസൂലുള്ളാഹി പറയല്ലേ, ശരീരം ചിലപ്പോൾ അഴുക്ക് പുരണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുളിക്കണത് കാണൂല, ചിലപ്പോൾ മുടി ജട പിടിച്ചിട്ടുണ്ടാവും. ഇത് സ്വഹീഹായ ഹദീസാണ് ഈ പറയണത്. പക്ഷേ ലൗ അഖ്സമ അലല്ലാ, അവരെങ്ങാനും അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് വല്ലതും പറഞ്ഞാലേ ല അബറ, ആ നിമിഷം, ആ സെക്കൻഡിൽ അള്ളാഹു അത് നടപ്പാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഞാൻ നിങ്ങൾക്ക് ബുർഹുൽ അസ്വദിൻ്റെ ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? മൂസാ നബിയുടെ കാലത്തെ മഴയില്ല. അവിടെ തനിയായികൾ വന്ന് നബി ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അവരെയും കൊണ്ട് പോവാണ് ദ്വാരക്കാനായിട്ട്. അപ്പോൾ അള്ളാഹ് പറയാം, ഇങ്ങോട്ട് വരണ്ട കേട്ടോ മൂസ, കാരണം ഇവന്മാരൊന്നും ഈമാനില്ലാത്തവരാ, കൽബിലൊരു ഇഖ്ലാസും ഇല്ലാണ്ട് ചോദിക്കാൻ പറ്റുന്നവരാ. പടച്ചോനെ, അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരടിമയുണ്ട്, ബുർഹുൽ അസ്വദ് എന്ന് പറയുന്ന കറുകറുത്ത, അസ്വദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കറുത്തത് എന്നാണ്, ബുർഹ് എന്നാണ് അവൻ്റെ പേര്. ആ ബുർഹിനെ കൊണ്ട് ചോദിപ്പിക്കും, ഞാൻ തരാം. മൂസാ നബി ബുർഹിനെ അന്വേഷിച്ച് നടക്കണം, എവിടെയും കാണുന്നില്ലല്ലോ. അവസാനം നെറ്റിയിലൊക്കെ മണ്ണ് പുരണ്ട് ഒരു ഓടയുടെ അടുക്കൽ, അഴുക്ക് ചാലിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ബുർഹ് എന്നാണ്. മൂസാ നബി ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കാൻ പറയും. എൻ്റെ ആവശ്യം എന്താണ്? അതെ, ഞങ്ങളിങ്ങനെ മഴ ചോദിച്ചിട്ട് കിട്ടിയില്ല, ഞങ്ങളൊന്ന് ചോദിക്കണം. ചോദിക്കല്ലേ ചെയ്തത്, പടച്ചോനോട് 4 വർത്താനം പറയാം. മഹാദാ മിൻ ഫിആലിക്, ഇതെന്ത് പരിപാടിയാണ് പടച്ചോനെ കാണിക്കണത്? വലഹാദാ മിൻ ഹിൽമിക്, നീ വലിയ കാരുണ്യവാനാന്ന് പറഞ്ഞിട്ട് ഇതാണോ നിൻ്റെ കാരുണ്യം? അമാനദത്തിർ റിയാഹു അൻ ത്വാഅതിക്, നീ പറഞ്ഞിട്ട് ഇപ്പോൾ കാറ്റൊന്നും അനുസരിക്കണില്ലേ പടച്ചോനെ? അം നുഫിദമ ഇൻദക്, എന്തേ നിൻ്റെ കയ്യിലുള്ള മഴയുടെ സ്റ്റോക്കൊക്കെ തീർന്നു പോയോ? ഇതങ്ങ് ചോദിച്ചപ്പോഴത്തേക്ക് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. സംഗതി മഴയൊക്കെ കിട്ടിയെങ്കിലും മൂസാ നബിയുടെ കൈ ഇങ്ങനെ തരിക്കാണ്. ബനിതാരോടെ ചൂടാവണത്, ആരോടെ വർത്തമാനം പറയണേ? അള്ളാനോടല്ലേ. അടിക്കാൻ വേണ്ടി മൂസാ നബി കൈ ചുരുട്ടിയപ്പോഴേക്ക് നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ ഇറങ്ങി വരിക. തൊട്ടുപോകരുത് മൂസ, ഇന്ന ബുർഹൻ നിഅമൽ അബ്ദ്, എൻ്റെ ഏറ്റവും നല്ല അടിമകളിൽപ്പെട്ട ആളാണ് ആര്? ബുർഹ്. വഹുവ യുദ്ഹിഖുനി കുല്ല യൗമിൻ 3 മറാത്ത്, എല്ലാ ദിവസവും എന്നെ 3 തവണ ചിരിപ്പിക്കുന്ന ആളാണ് എൻ്റെ ബുർഹ്. ആരാ പറയണേ? അല്ലാ. അപ്പം അങ്ങനെ ചില മജ്ദൂബുകളായ അടിമകൾ അള്ളാഹ്ക്കുണ്ട്. അത് ഔലിയാക്കളിൽ സെക്കൻഡ് കാറ്റഗറിയാണ്, ഫസ്റ്റ് കാറ്റഗറി അല്ല കേട്ടോ അവർ. ഈ മജ്ദൂബുകൾ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ കണ്ടപ്പോൾ അവിടെ തന്നെ നിന്നുപോയവരാ. എന്നാൽ ഫസ്റ്റ് ക്വാളിറ്റി ഔലിയാക്കൾ ഏതാ? അവരല്ലാനെ കൽബിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അവിടെ മതിമറന്ന് നിൽക്കാതെ ആ കണ്ടതും കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്ന് ദഅവത്ത് നടത്തുന്ന, ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന, ജിഹാദ് ചെയ്യുന്ന ആ ഔലിയാക്കളാണ് 1-ാം സ്ഥാനക്കാർ. ഈ 1-ാം സ്ഥാനത്തുള്ള ഔലിയാക്കൾ തന്നെ ചില ഘട്ടത്തിൽ ജദ്ബിൻ്റെ ഹാല് മജ്ദൂബുകളൊക്കെ ആയിപ്പോവും, ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ പരിപൂർണാർത്ഥത്തിൽ മരിക്കുന്നത് വരെ മജ്ദൂബുകളാകും. അപ്പം നമ്മൾ ഒരു വലിയനെയും വില കുറച്ച് കാണാനോ കുറവാക്കാനോ നമ്മൾ നിൽക്കേണ്ട. കാരണം എൻ്റെ ആ വലിയനെ കുറ്റം പറഞ്ഞാൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അള്ളാൻ്റെ ഔലിയാക്കളെ തിരിച്ചറിയാൻ പറ്റണം, അള്ളാൻ്റെ ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയണം. ജദ്ബിൻ്റെ ഹാല് കൊണ്ട് മാത്രം അവർ നിസ്കരിക്കണില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അവരുടെ ബുദ്ധി പറഞ്ഞാൽ അവർ അത്രയും വലിയ ലെവലിൽ നിൽക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ കാണാതെ അങ്ങനെ എത്ര ഔലിയാക്കളുടെ കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. മക്കത്ത് നിന്ന് നിസ്കരിക്കുന്നുണ്ടോ? എവിടെ? ഇവിടെയുള്ള ആൾ. അള്ളാൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ അതൊക്കെ എളുപ്പാക്കി കൊടുത്ത കാര്യമല്ലേ. അതവരും അള്ളാഹും തമ്മിലുള്ളൊരു പ്രണയബന്ധമാണ്. ഒരു മുതലാളിയുടെ ഭാര്യയും ഒരു മുതലാളിയുടെ നായയും പോലെയാണ് നമ്മളും അള്ളാൻ്റെ ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ നായയെ പോലെ, കാരണം എന്താ?
നായക്ക് എന്ത് മതി? ഇറച്ചിയും ബിസ്ക്കറ്റൊക്കെ കിട്ടിയാൽ മതി. നമുക്കെന്താ വേണ്ടത്? നമുക്ക് കൂലി കിട്ടിയാൽ മതി. നിസ്കരിച്ച കൂലി കിട്ടണം, അതിനാണല്ലോ. എന്നാൽ അള്ളാൻ്റെ ഔലിയാക്കൾ ആ മുതലാളിയുടെ ഭാര്യയെ പോലെയാണ്. ഭാര്യയ്ക്ക് നിങ്ങൾ 4 നേരം തീറ്റ കൊടുത്തിട്ടും കാര്യമില്ല, അവൾക്ക് ആരെ കിട്ടണം? കെട്ടിയോനെ കിട്ടണം. കാക്ക എനിക്ക് തീറ്റയൊന്നും വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ മതി. ഇതാണ് അള്ളാൻ്റെ ഔലിയാക്കൾ. എനിക്ക് നീ കൂലിയൊന്നും തന്നില്ലെങ്കിലും സാരമില്ല ഉടച്ചോനെ, എനിക്ക് സ്വർഗവും വേണ്ട നരകത്തിലിട്ടാലും എനിക്ക് സാരമൊന്നുമില്ല, എനിക്ക് നിന്നെ കിട്ടണമല്ല, നിന്നെ കിട്ടണമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു മഹാനുണ്ടായിരുന്നു, പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പള്ളിപ്പടി ഉപ്പാപ്പ എന്നൊക്കെ പറയും. നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഒരു അഴുക്ക് ചാൽ ഒഴുകുന്ന ഒരു ഓട ഉണ്ടായിരുന്നു. അത്രേ മഹാനവറുകളായ അഴുക്ക് ചാലിൽ ഇറങ്ങി കുളിക്കും. നമുക്ക് കണ്ട അറപ്പ് തോന്നും. ഏത്? ആ അഴുക്ക് ചാല് കണ്ടാൽ. ആ മഹാൻ കുളിച്ചിട്ട് കയറി വരുമ്പോൾ കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു എന്നാണ്. സുബ്ഹാനക. ഈ അടുത്ത് വഫാത്തായിപ്പോയ മഹാനല്ലേ. അള്ളാൻ്റെ ഔലിയാക്കളിൽ അങ്ങനെ പല കറാമത്തുകൾ നമ്മൾ കാണും. അമ്പംകുന്ന് വലിയുള്ള, അമ്പംകുന്ന് വീരാനൗലിയ വലിയ മഹാനല്ലേ, അജ്മീർ ഫക്കീർ എന്നറിയപ്പെടുന്നത്. ചക്ക കാണുമ്പോൾ ചക്കയെ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാ. ഈ തേങ്ങ കാണുമ്പോൾ തേങ്ങയെ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. നമ്മൾ നോക്കും ഇതെന്ത് വിട്ട് ഭ്രാന്താണ്. നമ്മളിപ്പോൾ ചക്ക കണ്ടാൽ എന്താ മാക്സിമം? എന്ത് രുചിയാണല്ലേ, അൽഹംദുലില്ലാ, എന്ത് ടേസ്റ്റാണ് ചക്കയിൽ ഫോക്കസ് ചെയ്യും. അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെയല്ല. ചക്ക കണ്ടാൽ ചക്കയെ പടച്ച അള്ളാനെയാണ് ചിന്തിക്കുക. അവർ തേങ്ങ കണ്ടാൽ തേങ്ങയെ പടച്ച റബ്ബിലേക്കാണ് അവരുടെ ചിന്ത പോവുക. സുന്ദരിയായ ഭാര്യയെ കണ്ടാൽ ഭാര്യയെ പടച്ച അള്ളാഹുവിലേക്കാണ് അവരുടെ ചിന്ത പോവുക. മൂന്നാറും ഊട്ടിയും ലഡാക്കും കണ്ടാൽ നമ്മളവിടെ ഒതുങ്ങി നമ്മുടെ കൽബിങ്ങനെ ആ ഭംഗിയിൽ നോക്കി വണ്ടറടിച്ച് നിൽക്കുമ്പോൾ അള്ളാൻ്റെ ഔലിയാക്കൾ ആ വണ്ടറിൽ ഒതുങ്ങി നിൽക്കാതെ ഇതിനൊക്കെ പടച്ച അള്ളാഹുവിലേക്കാണ് അവരുടെ മനസ്സ് പോവുക. അങ്ങനെ കേരളക്കരയെ മൊത്തം പിടിച്ചു കുലിക്കൊരു മഹാനാണ് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറ. അദ്ദേഹം വെറുമൊരു നാടൻ മനുഷ്യനല്ല, നല്ല കഴിവുള്ള പണ്ഡിതനായിരുന്നു, മുദരിസായിരുന്നു. മുഹിബ്ബുൽ ഫുഖറ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച, അശരണരെ അഗതികളെ ചേർത്ത് പിടിച്ച മഹാനായിരുന്നു സയ്യിദുന CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറ. CM എന്ന് പറയുന്നത് അവിടുത്തെ വീട്ടുപേരാണ് അല്ലേ. ചിലർ പറയും CM മുഖ്യമന്ത്രിയാണോ നിങ്ങളുടെ? മുഖ്യമന്ത്രിയേക്കാൾ വലുതാടോ അള്ളാൻ്റെ വലിയാൻ. CM എന്ന് പറയുന്നത് ചിറ്റടി മീത്തൽ എന്ന അവിടുത്തെ വീട്ടുപേരാണ്. അവിടുത്തെ പേര് മുഹമ്മദ് അബൂബക്കർ എന്നാണ്. മുത്തുനബിയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും പേരിങ്ങനെ ചേർത്ത് നിൽപ്പുണ്ടല്ലേ. മുഹമ്മദ് അബൂബക്കർ എന്നാണ് മഹാനവറുകളുടെ പേര്. 1928 റബീഉൽ അവ്വൽ 12 മുത്തുനബിയുടെ ജന്മദിനത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് അല്ലേ. ഈ അടുത്ത് ജീവിച്ച് വഫാത്തായി പോയവരാണ്, ഒരുപാട് കൊല്ലം പഴക്കമൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഇത്ര വലിയ മഹാനർ ആരാണ് കേരളത്തിലുണ്ടായിരുന്നത്? സുബ്ഹാനക യാ റബ്ബ്. അവിടുത്തെ ബാപ്പയുടെ ബാപ്പയും ഒക്കെ ഔലിയാക്കളായിരുന്നു, വലിയ മഹാന്മാരായിരുന്നു അവർ. പിതാവ് കുഞ്ഞുമായി മുസ്ലിയാർ ഹജ്ജിന് പോണ സമയത്താണ് ഭാര്യ ഗർഭിണിയാണെന്ന് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിലൂടെ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്. ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഞണ്ടാടി ഷെയ്ഖിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞണ്ടാടി ഷെയ്ഖ് പറയാൻ, എൻ്റെ പേര് തന്നെ നിങ്ങളുടെ മകനും വെക്കണം. എന്നാലും ചോക്ക് ഗർഭിണിയാണ് ഭാര്യ, ആണോ പെണ്ണോ എന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ, സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ, ആ വിഷയങ്ങളൊന്നും അങ്ങനെ അതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ല. ഞണ്ടാടി ഷെയ്ഖ് പറയുന്നത് എന്താ, എൻ്റെ പേര് കുഞ്ഞിന് വെക്കണം, എൻ്റെ പേരെന്താ അബൂബക്കർ, അതാണ് മുഹമ്മദ് അബൂബക്കർ എന്നാണ് CM വലിയുല്ലാഹിയുടെ പേര്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എല്ലാം അറിയിച്ചു കൊടുക്കല്ലേ. അത് ചിലർ അതിപ്പോൾ എങ്ങനെ അറിയാം? എടോ അള്ളാഹ്ക്ക് ഇത് അറിയാൻ കഴിവില്ലേ? അതായത് മറഞ്ഞതൊക്കെ അള്ളാഹ്ക്ക്, തെളിഞ്ഞതൊക്കെ അമ്മക്ക്. ഞങ്ങളുടെ വിശ്വാസം അതല്ല, തെളിഞ്ഞതും മറഞ്ഞതും ഒക്കെ അള്ളാഹ്ക്ക്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വയം എന്നെ കാണാൻ കഴിവുണ്ടോ? ഇല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ചില പുത്തൻവാദികളുണ്ട്. ഇപ്പം നിങ്ങളെ കാണാം, നിങ്ങളപ്പുറത്ത് വരുന്നാൽ കാണൂല. ചിലപ്പോൾ നമ്മളും ലക്ഷദ്വീപിലൊക്കെ ഇരുന്ന് ലൈവ് കാണുന്നവരുണ്ട്, എത്ര കാര്യം കിലോമീറ്റർ അപ്പുറത്താണ് ഇല്ല. ഈ മൊബൈൽ എന്ന മാധ്യമം ഇല്ലായിരുന്നുവെങ്കിൽ മൊബൈലിലേക്ക് വിശ്വസിക്കും, പക്ഷെ അള്ളാഹ്ക്ക് ഇപ്പം അതൊക്കെ കഴിയുമെന്നാണ്. പൊന്നുമോനെ, ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ, മറഞ്ഞതാകട്ടെ തെളിഞ്ഞതാകട്ടെ ഒക്കെ പടച്ചോനെ കഴിയുള്ളൂ. നമ്മൾ ഈ കാണുന്നതും അള്ളാൻ്റെ ഔലിയാക്കൾ മറയ്ക്കപ്പുറമുള്ളത് കാണുന്നതും കാണിച്ചു കൊടുക്കാൻ പറ്റിയ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കണ കഴിവില്ലാത്ത പടച്ചോനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളുടെ റബ്ബ് തെളിഞ്ഞതും മറഞ്ഞതും ഒക്കെ കാണിച്ചു കൊടുക്കുന്നവനാണ്. ഇപ്പോൾ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അവരല്ലാൻ്റെ ഏറ്റവും വലിയ ശാപത്തിൽപ്പെട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു CM വലിയുള്ള. അവസാനം അവിടുന്ന് 10-14 കൊല്ലത്തോളം കിതാബോധി പഠിച്ചിട്ടുണ്ട്. അവസാനം ബാക്കിയാത്തിൽ പോയി സനതെടുക്കുന്നു. അവിടെയും ആ ഒരു ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോഴും കളിയും ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇബാദത്തിലേക്ക് ശ്രദ്ധ തിരിച്ച, കിതാബിനിയായ ഇൽമിലേക്ക് ശ്രദ്ധ തിരിച്ച മഹാനാണ്. അങ്ങനെ ബാക്കവിയായി മാറുന്നുണ്ട്. അങ്ങനെ മുദരിസായി, ഖതീബായി, ഖാളിയായി, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക. അന്ന് തന്നെ എല്ലാ മതസ്ഥരും അവിടത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇടക്കാലത്ത് മഹാനവറുകൾ 60 കാലഘട്ടത്തിൽ ഹജ്ജിന് പോകുന്നുണ്ട്. ആ ഹജ്ജിന് പോക്ക് വല്ലാത്തൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റായിരുന്നു. മദീനത്തെത്തിയപ്പോൾ മുത്തുനബിയുടെ റൗളയിൽ നിന്നൊരു പ്രകാശം തൻ്റെ ഹൃദയത്തിലേക്ക് വന്നിങ്ങനെ കയറിയതുപോലെ അവിടെ നിന്ന് ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങി. കല്യാണം കഴിച്ചപ്പോഴും
ഭാര്യയോട് ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ, നമ്മൾ കല്യാണം കഴിച്ചാൽ നമുക്ക് ഒത്തുപോകാൻ പറ്റണില്ലെങ്കിൽ ബന്ധം വേർപിരിയണം. അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് വല്ലാതെ ലയിച്ചു പോയി. നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ഘട്ടങ്ങളിൽ ജദുബിൻ്റെ ഹാല് വരാം, ചിലപ്പോൾ മാറിപ്പോകാം, ചിലപ്പോൾ അങ്ങനെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാകാം. സി.എം. വലിയുള്ളാഹിൽ അങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആ ഹാലുകൾ ഇങ്ങനെ മാറി മാറി ആസ്വദിച്ചിരുന്നു മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറ. അപ്പോൾ ഭാര്യയോട് തൻ്റെ കടമകൾ നിർവഹിക്കാൻ പറ്റുന്നില്ല, തനിക്ക് അള്ളാഹ് എന്ന ചിന്തയിലപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു, മാന്യമായിട്ട് അവരെ വിവാഹമോചനം ചെയ്തു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാലാകാലത്ത് നരകിപ്പിക്കുകയല്ല വേണ്ടത്. ചിലർ പറയും, മടവൂര് ഭാര്യയെ തൊലാക്കിയില്ലേ, അതിപ്പോൾ എത്ര വലിയ കുറ്റാ, ഇവിടെ നോക്കാൻ പറ്റണില്ലെങ്കിൽ തൊലാക്കാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇട്ട് നരകിപ്പിക്കുകയാണോ വേണ്ടത്? ഈ പറയണവൻ്റെയൊക്കെ ഭാര്യനോട് ചോദിച്ചു നോക്കണം, ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണ്. മഹാനവറുകൾ ഭാര്യയെ നോക്കി മാന്യമായി അൽഹംദുലില്ലാ നോക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടത്തേക്ക് കുടുംബം ശ്രദ്ധിക്കാൻ പറ്റണില്ല. കൽബ് മുഴുവൻ അല്ലാ അല്ലാ അല്ലാ. അതാണ് ഈ കൽബിൻ്റെ കണ്ണുകൊണ്ട് റബ്ബിനെ കണ്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായി പോയതാണ്. ഭാര്യയെ മാന്യമായി തൊലാക്ക് ചെയ്തു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം, ഈ ഹജ്ജിന് പോയതിന് ശേഷം വലിയ മാറ്റങ്ങൾ. അവിടുത്തെ വലിയ മുർഷിദായിരുന്നു മഹാനായ പുലി മുഹിയുദ്ദീൻ സാഹിബ്. കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഇടയ്ക്ക് പുലികളോടൊപ്പം അവിടുത്തെ കാണാറുണ്ട്. വലിയ മഹാനായിരുന്നു. അവിടുന്ന് മടവൂർ വലിയുള്ളാഹിയുടെ ഷെയ്ഖായിരുന്നു പുലി മുഹിയുദ്ദീൻ സാഹിബ്. ഇന്ന് ഉള്ളാളം ദർഗയിൽ പോയി കഴിഞ്ഞാൽ ഉള്ളാളം ദർഗയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ഖബർ കാണാം, പുലി മുഹിയുദ്ദീൻ സാഹിബിൻ്റെ ഖബർ കാണാം. വലിയ മഹാനായിരുന്നു. അവിടുന്ന് മഹാനായ സി.എം. വലിയുള്ളാഹി പിന്നീട് ഇടയ്ക്കിടെ കാട്ടിലേക്ക്, വയനാടൻ കാട്ടിൽ ആനകളോടൊപ്പമൊക്കെ കണ്ട ആളുകളുണ്ട്. ആന എന്ത് പേടിക്കാൻ, അള്ളാൻ്റെ വലിയ ആയിക്കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ മറ്റ് പടപ്പുകളൊക്കെ പേടിക്കും. ആനയ്ക്ക് അള്ളാൻ്റെ ഔലിയാക്കളെ തിരിച്ചറിയാം. ഇവിടെയുള്ള പുത്തനവാദികൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അള്ളാഹ് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. കഠിനമായ റിയാദകളിലൂടെ, ദിക്റുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരുന്നു മഹാനവറുകൾ. ഖുതുബുൽ ആലം എന്ന പദവിയെ അലങ്കരിച്ചു. ഞാനന്ന് മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തന്നെ പറഞ്ഞത് കാണാം. ഒരുപാട് കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട് ഇല്ലേ? അത് വേണ്ട, ആ രോഗം വേണ്ട, ഞാൻ മാറ്റിയിരിക്കുന്നു. ഇത് അള്ള കൊടുക്കുന്ന കഴിവാണ്. അള്ള പറയുന്നില്ല, എൻ്റെ ഒരടിമ എന്നിലേക്ക് എടുത്താൽ കേൾക്കുന്ന കേൾവി ഞാനാകും, സംസാരിക്കുന്ന നാവ് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാകും എന്ന് പറഞ്ഞാൽ അവരുടെ നാവ് കൊണ്ടൊരു സംഗതി വേണ്ടാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ എന്നിലൂടെ അത് വേണ്ടാതെ വെക്കുമാര് അല്ല. അത് അള്ളാഹു അവരും തമ്മിലുള്ള ബന്ധം. നമുക്കത് മനസ്സിലാവൂലടോ, നമുക്കത് മനസ്സിലാവില്ല. നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തണം. അല്ലാതെ ഒരു വഹാബിയുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഔലിയാക്കളുടെ ലോകം തിരിച്ചറിയാൻ പറ്റില്ല. മടവൂരിലുള്ള പറഞ്ഞത്രേ, ഞാൻ ലോകം നിയന്ത്രിക്കുന്നു, ഞാൻ മുദബ്ബിറുൽ ആലമാണ്. അതിനെന്താ കുഴപ്പം? ഇപ്പം ഞാൻ പറയും, ഞാൻ എൻ്റെ വീട് നിയന്ത്രിക്കുന്നു. സംഗതി പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് തെറ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന പുത്തൻവാദികൾ തന്നെ, ഞാനാണ് എൻ്റെ വീടിൻ്റെ നിയന്ത്രണം. അല്ലടാ, വീട് നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, നീ ഒരു കാരണം മാത്രമാണ്. അപ്പോൾ മടവൂരിലുള്ള പറയാം, ഞാൻ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതപ്പെടാനുള്ള സംഗതിയൊന്നുമില്ല. അതായത് അള്ളാൻ്റെ ഒരു അടിമ അവനിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ പടച്ചോൻ അവൻ്റെതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കും. ഒരു എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഒരു ഹോട്ടൽ മുതലാളിയുടെ അടുക്കൽ ഒരാൾ ജോലിക്ക് വന്നു. മുതലാളി ഇങ്ങനെ നിരീക്ഷിക്കാൻ, ഇവൻ എന്നിലേക്ക് അടുക്കുന്നുണ്ടോ, ഇവൻ പൈസ കട്ടെടുക്കുന്നുണ്ടോ, ഇല്ല, എല്ലാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നു. പൈസ അവിടെ പുറത്തിങ്ങനെ ഇട്ടിട്ട് പോലും ആവശ്യത്തിന് ശമ്പളം മാത്രമേ എടുക്കണുള്ളൂ. മുതലാളിയോട് ഇങ്ങനെ സ്നേഹം കൊണ്ട് ആത്മാർത്ഥം കൊണ്ട് അടുത്തടുത്ത് വന്നപ്പോൾ മുതലാളി പറഞ്ഞു, എന്നാൽ കടം നീ നോക്കിക്കോ, സ്വന്തമായിട്ട് കൊടുക്കല്ല, നീ അങ്ങ് നോക്കിക്കോ, എൻ്റെ സാധനമാണ്, നീ നോക്കിക്കോ, ഈ സംഗതിയാണ് അല്ല എൻ്റെ ലോകം, നീ നോക്കിക്കോ. അത് അള്ളാൻ്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന സംഗതിയാണ്. അതിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം, ഇത്ര കാലാവധി ഉണ്ടാകാം. ഔലിയാക്കളുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. മനസ്സിലായോ? ഞാൻ ലോകം നിയന്ത്രിക്കുന്നു. റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും കാരുണ്യം, സർവ്വലോകത്തിൻ്റെയും നേതാവാരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ? അപ്പോൾ അള്ളാൻ്റെ ഔലിയാക്കളിൽ നിന്ന് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് അവർക്കുതകുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം. അല്ല, അത് അറിവില്ലാത്ത ജാഹിലുകളായി നമ്മൾ മാറാൻ പാടില്ല. ഇപ്പം എൻ്റെ വാപ്പാക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. എൻ്റെ പിതാവ് മടവൂരുള്ളാനെ കാണാൻ പോണത് ഭയങ്കര ശ്വാസം മുട്ടായിട്ടാണ്. പക്ഷെ അവിടെ ചെന്ന് മടവൂരുപ്പാപ്പനെ കണ്ടപ്പോഴത്തേക്കും മനസ്സ് മാറിപ്പോയി. എനിക്കൊരു കൂട്ടില്ല പാപ്പാന്ന് പറഞ്ഞു. കൂട്ടെല്ലാം ഉണ്ട്, പോയിക്കോളൂ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മടവൂര് വരെയുള്ള വഴിയുണ്ടായൊരു കൂട്ടാണ് എൻ്റെ ഉമ്മച്ചി എന്ന് പറയുന്നത്. രണ്ടുപേരും മരണപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബറിൽ മഹാനവറുകളുടെ മദത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര കറാമത്തുകൾ. അവിടുന്ന് വഫാത്താകുന്നത് 1991 ഷവ്വാൽ 4-നാണ്. ഷവ്വാൽ 4-നാണ്. ഇപ്പോൾ ഈ ഷവ്വാൽ 4 കഴിഞ്ഞ് വലിയ മനോഹരമായ രീതിയിൽ, മാന്യമായ രീതിയിൽ ഒരുപാട് ആളുകൾ, പണ്ഡിതന്മാർ, സയ്യിദന്മാരൊക്കെ ഒത്തുകൂടിയിട്ട് അവിടുത്തെ ഉറൂസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ മാസത്തിലാണ് നമ്മുടെ വീട്ടിലും മഹാനായ മടവൂർ വലിയുള്ളാഹിയുടെ ഉറൂസ് നടക്കട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് കഴിയുന്നത്ര ഫാത്തിഹകൾ നിങ്ങൾ ഓതുക. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആഉം ബറക്കത്തുമുണ്ടാമേ. അള്ളാൻ്റെ ഔലിയാക്കളുടെ വലിയ ഫാത്തിഹ ഓതിയാൽ അവരുടെ കാവൽ നമുക്ക് കിട്ടും. നമുക്കത് വേണമെന്ന്, നമുക്ക് ആ കാവലായിട്ട് മരിക്കണം. പടച്ചോൻ്റെ ഇഷ്ടം കിട്ടണോ, അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടണം. ചിലർ പടച്ചോനെ നേരിട്ടങ്ങനെ
പോടാ, വെറുതെ ഓവറാക്കാണ്ട് പോ. നിനക്ക് രോഗം വന്നാൽ നീ ഡോക്ടറെ അടുത്ത് പോകാണ്ട് കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹിനോട് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കാൻ കിടക്കുമ്പോൾ അള്ള ഇവിടെയുണ്ട്, ഇവൾ തേടിപ്പോൾ ആസ്റ്ററിൽ പോകണോ അല്ലെങ്കിൽ ലേക്ക് ഷോറിൽ പോകണോ, വേറെ എന്തിനാണ് ആസ്റ്ററിലേക്ക് പോകണം? കൽബിൻ്റെ ഈ കണ്ടനാടിയേക്കാൾ അടുത്ത് അള്ള ഉള്ളപ്പോൾ അള്ളാഹിനെ കൊണ്ട് പറ്റൂലേ നിൻ്റെ പ്രസവം എടുക്കാനായിട്ട്? ഈ അള്ള ദുന്യവിയും മുഹ്റവിയുമായ വിഷയങ്ങളിൽ കാര്യകാരണങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കെങ്കിലും ചെയ്യേണ്ടേ, ബോധം വേണ്ടേ? അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ ലോകം അത് അത്ഭുത ലോകമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അവിടുന്ന് വഫാത്തായതിനു ശേഷവും കയ്യും കണക്കില്ലാത്ത കറാമത്ത് പ്രകടമാണ്. സിയാറത്തിന് പോകുന്നവർക്ക് എന്തോരം അത്ഭുതങ്ങൾ, എനിക്ക് തന്നെ എത്രയോ അത്ഭുതങ്ങൾ അവിടുത്തെ കറാമത്തുകൾ ഇങ്ങനെ രുചിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ കഴിയുന്നത്ര ഫാത്തിഹകൾ ഓതാൻ നമ്മൾ വ്യാഴാഴ്ച പറഞ്ഞിരുന്നു. ഇന്നും കഴിയുന്നത്ര ഓതാൻ പറ്റാത്ത മെൻസ്ട്രൽ പീരീഡിലുള്ള ആളുകളൊക്കെ ധാരാളം ദിക്റുകൾ ചൊല്ലുക. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് തിങ്കളാഴ്ച രാവും കൂടെയാണ് കടന്നു വരുന്നത്. മടവൂർ വലിയ അള്ളാഹിൻ്റെ പേരിലൊരു മജ്ലിസ് നമുക്ക് സംഘടിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മടവൂർ വലിയ അള്ളാഹിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതിൽ നമുക്ക് സംസാരിക്കണം. അള്ളാഹു ആ മഹാൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ആ മഹാൻ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, വലിയ മഹാനാണ്. അള്ളാഹു വലിയ ദറജ കൊടുത്തവരാണ്. നമ്മൾ ചില കറാമത്തിൻ്റെ പേരിൽ ചില മൗലിയാക്കന്മാർ വായി തോന്നനൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, സംഭവിച്ചതാകാം. നമ്മളതിനെക്കുറിച്ച് പറയാൻ പോകേണ്ട. അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ നിന്ന് പല വാക്കുകളും വന്നിട്ടുണ്ടാകാം. അതിനെ മാന്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുക. അറിയില്ലേ, മിണ്ടാതിരിക്കുക. കളിയാക്കാൻ പോയാൽ, പരിഹസിക്കാൻ പോയാൽ, എൻ്റെ വലിയനെ നിസ്സാരമാക്കിയാൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അള്ളാഹിൻ്റെ ഔലിയാക്കൾ മഹാനായ മടവൂരിൽ ഒരിക്കൽ കരയുന്നുണ്ട് ഇല്ലേ? നമ്മൾ സിയാറത്തിന് മുമ്പ് എന്താ സംഭവിക്കണേ? മടവൂരിലുള്ള കരയുന്നെന്തിനാ? MKM കോയ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശൈഖ് അവറുകളെ? എന്നെ കാണാൻ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവാണ്, ആഖിറം ചോദിക്കാൻ ആരുമില്ല എന്നാണ്. നമുക്ക് ആഖിറം വേണമെങ്കിൽ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ പറ്റിയ ആൾ വേണം. നമ്മൾ സിയാറത്തിന് മടവൂർ പോകുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത്, ശൈഖ് അവറുകളെ എൻ്റെ കൽബൊന്ന് തുറന്നു കിട്ടാൻ സഹായിക്കണം, പടച്ചോനെ കാണാൻ പറ്റണം, നിങ്ങളൊക്കെ നടന്ന വഴിയിലൂടെ നടക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടണം. അതാണ് ആദ്യം വേണ്ടത്. അങ്ങനെ കിട്ടിയവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനമല്ലേ? അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മഹാനായ മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ മഹാനവർകളുടെ ഉമ്മയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വൈകുന്നേരം 5:30 മണിക്ക് എല്ലാവരും ഉണ്ടാവണം കേട്ടോ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. മടവൂർ വലിയ അള്ളാഹിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ. മദ്രസയൊക്കെ തുടങ്ങി, പല കുട്ടികൾക്കും മദ്രസ തുടങ്ങിയിട്ടുണ്ട്, പലർക്കും തുടങ്ങാനിരിക്കുന്നുണ്ട്. എല്ലാവരെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. പരീക്ഷകളിൽ അല്ലാഹു ഭൗതിക മതമേഖലകളിലൊക്കെ ഉന്നതി നൽകട്ടെ. അതുപോലെ നമ്മുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വിശാലമായിട്ട് നമുക്ക് വൈകുന്നേരം ദുആരക്കാം. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.